ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് എനിക്ക് ഇവിടെ പണിയിട്ടാ. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ഒരു 3-4 വർഷമായിട്ട് വെട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ താമസം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇവിടെ താമസക്കാരായി. അപ്പോൾ അവർക്ക് വെട്ടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊരു സൈഡാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സൈഡ് കാണിച്ചു തരാം. ഇത് വേറൊരു സൈഡ്. രണ്ട് സൈഡും ഒരേപോലെ നല്ല കാടാണ്. അത്യാവശ്യം മരങ്ങളും വളർന്നിട്ടുണ്ട്. ഇതിലെ സൈഡ് ബാക്കിലേക്ക് പോയിട്ട് ബാക്കിലും കാണിച്ചു തരാം. ബാക്കിലൊക്കെ മതിലിനേക്കാൾ ഉയരത്തിലാണ് കാട്. ഞാനപ്പോൾ ആദ്യം ഫുള്ളും ബ്ലേഡ് ഇട്ട് വെട്ടിയിട്ട് പിന്നെ വള്ളിയിട്ടടിക്കുക ചെയ്തത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്തു, നല്ല വൃത്തിയാവുകയും ചെയ്തു. ഇതാണ് ബാക്കിലത്തെ അവസ്ഥ. ബാക്കിലൊക്കെ നല്ലോണം വെട്ടാനുള്ളായിരുന്നു. അപ്പോൾ ആദ്യം ബ്ലേഡ് ഇട്ട് വെട്ടി, പിന്നെ അങ്ങനെ വള്ളിയിട്ടടിച്ചു. അപ്പോൾ നല്ല വൃത്തിയായി. ഇപ്പോൾ വെട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വെട്ടി കഴിഞ്ഞു. കണ്ട, ഇതാണ് ഒരു സൈഡ്. പിന്നെ മൊബൈൽ വെച്ച് എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല, അത് കാരണം വീഡിയോ എടുത്തില്ല കേട്ടോ വെട്ടണത്. ഈ ബാക്ക് ഭാഗത്തേക്കൊന്നും വരാൻ പറ്റുന്നായിരുന്നില്ല, അത്രയും കാടായിരുന്നു. ഇവിടെയൊക്കെ മരം ഉണ്ടായിരുന്നു, ആ മരമൊക്കെ വെട്ടത്തുകൊണ്ട് വെട്ടി. ബ്ലേഡ് കൊണ്ട് വെട്ടാൻ പറ്റുന്നതൊക്കെ വെട്ടി, വലുത് മാത്രം നിർത്തിയിട്ട് അത് വെട്ടത്തുകൊണ്ട് വെട്ടി. പിന്നൊക്കെ ബ്ലേഡ് കൊണ്ട് തന്നെ വെട്ടിയത്. ഇവിടെയൊക്കെ വെട്ടി എല്ലാ ഭാഗം നല്ല വൃത്തിയായി. അപ്പോൾ ഇതുപോലെയൊക്കെ തൃശ്ശൂർ ആർക്കെങ്കിലും വെട്ടാണെങ്കിൽ പറഞ്ഞോട്ടാ, നമ്മൾ വന്ന് ചെയ്തു തരാം. ഇതാണ് ഒരു സൈഡ്. രണ്ട് സൈഡിലേക്കും കിടക്കാൻ പറ്റുന്നില്ല, ഈ മതിലൊന്നും കാണണ്ടായിരുന്നില്ല, അത്രയും കാടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇനി താമസമായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മാറ്റം ഞാൻ അടുത്ത പ്രാവശ്യം വെട്ടാൻ പോകുമ്പോൾ പുല്ല് കുറയായിരിക്കും. അങ്ങനെ വെട്ടാളതൊക്കെ വെട്ടി അങ്ങനെ അവിടുത്തെ പണി അവസാനിപ്പിച്ചു. അപ്പോൾ ഇനി വിളിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വീടുകാരുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട